ഇസ്രായേലിലെ വടക്കൻ നഗരമായ നസ്രത്ത് മുതൽ തെക്കുള്ള ബേർഷബ വരെ നീളുന്ന വിഖ്യാതമായ റൂട്ട് 60 ദേശീയപാതയെ ഔദ്യോഗികമായി ബിബ്ലിക്കൽ ഹൈവേ ആയി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യഹൂദ ക്രൈസ്തവ ചരിത്ര പൈതൃകങ്ങളെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ചില കോണുകളിൽ നിന്ന് ശ്രമം നടക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഈ സുപ്രധാന നീക്കം. അമേരിക്കയിലെ പ്രശസ്തമായ റൂട്ട് 66 മാതൃകയിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ പാത നവീകരിക്കുന്നത്. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഭാഷകളിലുള്ള സൈൻ ബോർഡുകൾ, അത്യാധുനിക ഇൻഫോർമേഷൻ സെന്ററുകൾ, വിശുദ്ധ സ്ഥലങ്ങൾ കണ്ടാസ്വദിക്കാനുള്ള വ്യൂ പോയിന്റുകൾ എന്നിവ ഈ പാതയിലുടനീളം ഇസ്രായേൽ ടൂറിസം മന്ത്രാലയം സ്ഥാപിക്കും. ഇസ്രായേലിന്റെ മധ്യമലനിരകളിലൂടെ കടന്നുപോകുന്ന ഈ പുരാതന പാതയ്ക്ക് 4000 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഹെബ്രോൺ, ബെത്ലഹേം, ജെറുസലേം, ബെതേൽ, സീലോഹ, ഷെക്കേം, താബോർ മല, നസ്രത്ത് എന്നിവയുൾപ്പെടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ അതീവ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഹൈവേ കടന്നുപോകുന്നത്. പാലസ്തീൻ അതോറിറ്റി ഉൾപ്പെടെയുള്ള ചില വിഭാഗങ്ങൾ വിലാപമതിൽ, ടെമ്പിൾ മൗണ്ട്, റാഹേലിന്റെ കല്ലറ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളുടെ യഹൂദ ക്രൈസ്തവ ചരിത്രപരമായ അവകാശവാദങ്ങളെ തള്ളിക്കളയാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനമെന്ന് ഹെബ്രയിലെ ജൂത സമുദായ വക്താവ് യെഷിയ ഫ്ലേഷർ വ്യക്തമാക്കി. പാശ്ചാത്യ സംസ്കാരത്തിന് അടിത്തറയിട്ട മൂല്യങ്ങൾ പിറന്ന മണ്ണിലൂടെയുള്ള യാത്രയായിരിക്കും ഇത്. പ്രധാന ബൈബിൾ സംഭവങ്ങൾ നടന്ന മേഖലയിലെ ഭൂമിശാസ്ത്ര ഘടനയും പ്രകൃതിയെയും നേരിട്ടറിയുവാനും ബൈബിളിന്റെ ചരിത്ര പശ്ചാത്തലം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഈ പാത സന്ദർശകർക്ക് വലിയ അവസരം നൽകുമെന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധ നാട് സന്ദർശിക്കാൻ എത്തുന്ന ലക്ഷക്കണക്കിന് ക്രൈസ്തവ തീർത്ഥാടകർക്ക് ബൈബിൾ ചരിത്രത്തെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പുതുപുത്തൻ ദൃശ്യാവിഷ്കാരമായിരിക്കും ഇനി മുതൽ ബിബ്ലിക്കൽ ഹൈവേ സമ്മാനിക്കുക.